ദിക്കറുകള് പാറ്റക്കഴിങ്ങനെ ആട്ടം പിടിച്ചില്ലോ ഒരു മൊയ്ലാമാരിങ്ങനെ ആടുക. കഴുങ്ങ് കണ്ടിട്ടില്ല നിങ്ങള്? എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ട് അതിന് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ആകെ അങ്ങോട്ട് തകർത്താടുകയാണ് സ്റ്റേജിൽ. കേട്ടോളി നിങ്ങൾ ആ ദിക്കറിന്റെ ഡിസ്കോ ദിക്കറിന്റെ ചില മോഡലുകൾ കൂടി കേട്ടിട്ട് അതുകൂടി ഒന്ന് വിലയിരുത്താം നമുക്ക്. دائم عزك دائم ملكك 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 عزك دائم يا الله لا إله إلا 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 الله 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 لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم 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 حي يا قيوم. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പുറക്കത് ഒരാള് ദുആ ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ പൊട്ടനെയല്ല ചെകിട് പൊട്ടനെയല്ല വിളിക്കണത് അള്ളാഹനെയാണ്. ഇവര് ദിക്ർ കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കൽ അന്നാം, ഇവര് നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ ഇതിന് വിഷമാവും വിചാരിച്ചു, ബൽഹും അളല്, അതിനേക്കാൾ മോശാണ്. ഇവര് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. ഇവരാണോ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് നഗറിലെ തങ്ങന്മാര്? ആ തങ്ങന്മാര് ഇത് പറയുമ്പോ പറയും, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരൊക്കെന്നറിയോ? ഈ പൂരത്തെറിയില്ലേ, ഈ നാടകല്ലേ, ഈ നൃത്യങ്ങളില്ലേ, ഈ ഡിസ്കോ ഇല്ലേ, ഈ പ്രാർത്ഥനല്ലേ, ഇതിനൊക്കെ അംഗീകാരം കൊടുത്ത നിങ്ങളുടെ നേതാക്കന്മാരെ ജീവനോടെ ഇതിൽ കാണിക്കുന്നുണ്ട്. കാണുക നിങ്ങൾ. ആരൊക്കെയാ? കാന്തപുരണ്ട്, കാന്തപുരത്തിന്റെ പുതിയാപ്പുള സി മുഹമ്മദ് ഫൈസി ഉണ്ട്, പാറന്നൂര് മൊയ്‌ലിക്കുട്ടി മുസ്ലിയാരുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ആ സിഡിയിൽ തന്നെ ഇതിന് അഭിവാദ്യം അർപ്പിച്ച നേതാക്കന്മാരാണ്. ഇവരുടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ തോന്നിയാസം ഇതാണോ നിങ്ങളുടെ ദിക്ർ? ഇതാണോ ഇസ്ലാം? എന്നിട്ട് സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഇവര് ഗ്രൗണ്ടിൽക്കാ ജനങ്ങളെ വിളിക്കുന്നത്. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഏത് ഗ്രൗണ്ടിലേക്കാണ് സലാത്ത് ചെല്ലാൻ വേണ്ടി ആണും പെണ്ണും പോയത്? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ ചോദിക്കലുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഏത് പെണ്ണിലേക്ക് ഏത് പെണ്ണാ പോയത്? ഞങ്ങൾക്ക് ഒരുപാട് തെളിവുണ്ട്. അള്ളാഹുയുടെ റസൂലിന്റെ കാലത്ത് ആയിഷ ബീവി ഏത് മൈതാനത്തേക്കാ സലാത്ത് ചെല്ലാൻ പോയത്? അബൂബക്കർ സിദ്ദീഖ് ഏത് മൈതാനത്തേക്കാ സലാത്ത് ചെല്ലാൻ പോയത്? 27 രാവിലോ അല്ലാത്തതോ ആവട്ടെ, ഏത് രാത്രിയിലാ പോയത്? സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ആണും പെണ്ണൊക്കെ പാടത്ത്. എന്നിട്ട് ലക്ഷങ്ങൾ പങ്കെടുത്തു. മക്കയും മദീനയും കഴിഞ്ഞാല് മൂന്നാമത്തെ വലിയ സ്ഥലമാണ് ഇത്രേ. കോണോമ്പാറയും മുട്ടിപ്പടിയൊക്കെ സലാത്ത് നഗർ അല്ലേ? എന്നിട്ട് ആ സലാത്ത് നഗർ നിങ്ങൾക്ക് നടത്താം. അള്ളാഹുവിന്റെ റസൂൽ മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞത് നിങ്ങൾക്ക് പോയിക്കൂടാ. പോയി മൈതാനത്തേക്ക് പോകാൻ